നിങ്ങൾ അടുത്ത മാസം ഈ മാസം നിങ്ങൾ ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഫോൺ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ എടുത്തത് ഒരു മണ്ടത്തരമായിട്ട് തോന്നും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം ഇഷ്ടംപോലെ കിടിലൻ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതും X300 പോലെയുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോണുകൾ ഏതൊക്കെയെന്നുള്ളൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് നത്തിങ് ഫോൺ 3A ലൈറ്റ് ആണ്. ഒരു ഫോൺ ഇറക്കിയതിന്റെ പരാജയത്തിന് ശേഷം അവർ പുതിയ ഫോണായിട്ട് വരുന്നുണ്ട്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ 120 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേയും 50 എംബിന്റെ 2 ഡുവൽ ക്യാമറയും 5000 എംഎച്ചിന്റെ ബാറ്ററിയും അതുപോലെ തന്നെ 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ സാധനത്തിൽ ഉണ്ടാവും. ഇതിന്റെ പ്രൊസസ്സർ ഏതെന്ന കാര്യത്തിലൊന്നും ഇതുവരെ വലിയ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിങ് വരുന്നത് ഒരു 25,000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നത്തിങ് ആയതുകൊണ്ട് ഒന്നും പറയാൻ സാധിക്കത്തില്ല. അടുത്ത സീരീസ് പറഞ്ഞത് റെഡ്മിന്റെ 50 പ്രോ സീരീസ് ആണ്. ഈ സീരീസിന് പണ്ടത്തെ അത്ര ഡിമാൻഡ് ഇല്ലെങ്കിൽ പോലും ഈ സീരീസിലെ പുതിയ ഫോൺ വരുന്നുണ്ട്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 4ന്റെ ഒരു പ്രൊസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ 1.5K റെസൊല്യൂഷനുള്ള കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിന്റെ പ്രോ പ്ലസ് വേരിയന്റിൽ വരുന്നത്. എന്നാൽ പ്രോയിൽ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. അതിൽ 50 എംബിന്റെ മെയിനും 50 എംബിന്റെ ടെലിഫോട്ടോയും 8 എംബിന്റെ അൾട്രാ വൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000 എംഎച്ചിന്റെ ബാറ്ററിയും 90 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 30,000 രൂപയ്ക്ക് താഴെയാണ്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ ലാവ അഗ്നി 4 ആണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഡൈമൻസിറ്റിന്റെ 8350 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ ഇതിലും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ തന്നെ 50 എംബിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 5000 എംഎച്ചിന്റെ ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിലുണ്ടാവും. ഇതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു 30,000 രൂപയ്ക്ക് താഴെ തന്നെയാണ്. അടുത്ത ഫോൺ എന്ന് പറയുന്നത് മോട്ടറോളയുടെ നിയോ 60 എന്ന് പറഞ്ഞ ഫോണാണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഡൈമൻസിറ്റിന്റെ 7400 പ്രൊസസ്സറും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള LTPO സപ്പോർട്ട് ഉള്ള OLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ സാധനത്തിൽ വരുന്നത്. 50 എംബിന്റെ മെയിനും 13 എംബിന്റെ അൾട്രാ വൈഡും 10 എംബിന്റെ ടെലിഫോട്ടോയാണ് ഇതിൽ വരുന്നത്. ഇനി ബാറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5200 എംഎച്ചിന്റെ ബാറ്ററിയും 68 വാട്ടിന്റെ വയേർഡ് ചാർജിങ്ങും 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിംഗ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് 25,000 രൂപയ്ക്ക് താഴെയാണ്. അതുപോലെ തന്നെ മോട്ടോറോളയുടെ മറ്റൊരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത് പറയുന്നത് മോട്ടോറോള എഡ്ജ് 17 ആണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 7 Gen 4ന്റെ പ്രൊസസ്സർ ആയിരിക്കും. അതേപോലെ തന്നെ 0.5K റെസൊല്യൂഷനുള്ള POLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ 50 എംബിന് 2 ഡുവൽ ക്യാമറ സെറ്റപ്പും 4800 എംഎച്ചിന്റെ ബാറ്ററിയും 68 വാട്ടിന്റെ വയേർഡ് ചാർജിങ്ങും 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഈ സാധനത്തിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു 30,000 രൂപയ്ക്ക് താഴെയാണ്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ IQ15 ആണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8 Gen 5ന്റെ പ്രൊസസ്സർ ആയിരിക്കും. അതേപോലെ തന്നെ 140 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള LTPO സപ്പോർട്ടുള്ള AMOLED ഡിസ്പ്ലേയും 50 എംബിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 5000 എംഎച്ചിന്റെ ബാറ്ററിയും 100 വാട്ടിന്റെ ചാർജർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിംഗ് എന്തായാലും വരാൻ പോകുന്നത് 50,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ OnePlus 15 ആണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 5ന്റെ പ്രൊസസ്സറും 165 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള LTPO സപ്പോർട്ടുള്ള ഒരു OLED ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ തന്നെ 50 എംബിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 7300 എംഎച്ചിന്റെ ബാറ്ററിയും 100 വാട്ടിന്റെ വയേർഡ് ചാർജിങ്ങും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഇതിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ തവണ ഒരു പ്രത്യേകത ഉണ്ട്. ഹാസബ്ലാഡിന്റെ പാർട്ണർഷിപ്പ് ഈ തവണ ഇല്ല. അപ്പം എത്രത്തോളം ക്യാമറസിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇതിന്റെ പ്രൈസിംഗ് വരാൻ പോകുന്നത് 50,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. അതേപോലെ തന്നെ വൺപ്ലസിന്റെ വേറെ ഫോൺ എന്ന് പറഞ്ഞാൽ OnePlus 15R ആണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റിന്റെ പ്രൊസസ്സറും 165 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LTPO സപ്പോർട്ടുള്ള ഒരു OLED ഡിസ്പ്ലേ ആയിരിക്കും. ഡുവൽ ക്യാമറ സെറ്റപ്പും 5800 എംഎച്ചിന്റെ ബാറ്ററിയും 120 വാട്ടിന്റെ ചാർജറും ഇതിലുണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 50,000 രൂപയ്ക്ക് താഴെയാണ്. അടുത്ത ഫോൺ എന്ന് പറയുന്നത് Realme GT 8 Pro ആണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഇതിലും സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് Gen 5ന്റെ പ്രൊസസ്സറാണ് ഇതിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള LTPO സപ്പോർട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ തന്നെ 50 എംബിന്റെ മെയിൻ ക്യാമറയും 50 എംബിന്റെ അൾട്രാ വൈഡും 200 എംബിന്റെ ഒരു പെരിസ്കോപ്പ് ക്യാമറയും ഈ സാധനത്തിൽ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത്. 5000 എംഎച്ചിന്റെ ബാറ്ററിയും 120 വാട്ടിന്റെ വയേർഡ് ചാർജിങ് ഇതിലുണ്ടാവും. വയർലെസ് ചാർജിങ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. എവിടെയും മെൻഷൻ ചെയ്തതായിട്ട് കണ്ടില്ല. ഇതിന്റെ പ്രൈസിംഗും എന്തായാലും 50,000 രൂപയ്ക്ക് മുകളിൽ തന്നെയായിരിക്കും. അടുത്ത ഫോൺ എന്ന് പറയുന്നത് ഓപ്പോന്റെ Find X9 Pro ആണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഡൈമൻസിറ്റിന്റെ 9500ന്റെ പ്രൊസസ്സർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിലും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു LTPO സപ്പോർട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. 50 എംബിന്റെ മെയിൻ ക്യാമറയും 50 എംബിന്റെ അൾട്രാ വൈഡും 200 എംബിന്റെ ടെലിഫോട്ടോ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതേപോലെ തന്നെ 5500 എംഎച്ചിന്റെ ബാറ്ററിയും 80 വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഇതിൽ ഉണ്ടാവുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിംഗ് വരാൻ പോകുന്നത് 50,000 രൂപയ്ക്ക് മുകളിൽ തന്നെയായിരിക്കും. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ വിവോന്റെ X300 സീരീസ് ആണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഡൈമൻസിറ്റിന്റെ 9500 പ്രൊസസ്സറാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിലും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള LTPO സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരാൻ പോകുന്നത്. അതേപോലെ തന്നെ 200 എംബിന്റെ മെയിൻ ക്യാമറയും 50 എംബിന്റെ അൾട്രാ വൈഡും 50 എംബിന്റെ ടെലിഫോട്ടോ ആണ് വരുന്നത്. എന്നാൽ പ്രോ വേരിയന്റിലേക്ക് വരുമ്പോൾ ഇത് ചെറുങ്ങനെ ഒന്ന് മാറിയിട്ടുണ്ട്. 50 എംബിന്റെ മെയിൻ ക്യാമറയും 50 എംബിന്റെ അൾട്രാ വൈഡും 200 എംബിന്റെ ടെലിഫോട്ടോ ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഇതിലത്തെ ഒരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ബാറ്ററി നോക്കുകയാണെങ്കിൽ 6040 എംഎച്ചിന്റെ ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിലുണ്ട്. പ്രോ വേരിയന്റിലേക്ക് വരുമ്പോൾ 6510 എംഎച്ചിന്റെ ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് അതിലും വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിംഗ് വരാൻ പോകുന്നത് എന്തായാലും 50,000 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോൺ എന്ന് പറഞ്ഞത്. ഇത് കൂടാതെ കുറേ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നു പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ കാര്യത്തിൽ വലിയ തോതിൽ കൺഫേം ആവാത്തതുകൊണ്ടാണ് ഞാൻ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഞാൻ ഈ പറഞ്ഞ ഫോണുകളെല്ലാം 90% അടുത്ത മാസം ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.